ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളം തളം ഗൈസ്. അപ്പോൾ നമ്മൾ നൈറ്റ് ഡ്രൈവ് പോയാലോ? ഗൈസ്, നൈറ്റ് ഡ്രൈവ് ഒന്നല്ല കേട്ടോ, നമ്മൾ പാലത്തറക്കാവിൽ ഭരണിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ കാളവേലി കാര്യങ്ങളൊക്കെ കാണാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അതിനാ നമ്മുടെ കടമ്പഴിപ്പുറത്തി അപ്പോൾ നമുക്ക് വേറെ ലെവലാണ് കേട്ടോ. രാത്രി ലൈറ്റും കാര്യങ്ങളും റോഡൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. സത്യം പറയാലോ, ഇത് ഏതാ സ്ഥലം എന്ന് തന്നെ നമുക്കറിയുന്നില്ല. അങ്ങനെ കണ്ടില്ല, നമ്മൾ കോയമ്പത്തൂർ ചെന്നൈയൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ കടമ്പഴിപ്പുറമൊക്കെ കാണുമ്പോൾ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും കുക്കും അച്ഛനും കൂടിയാണ് പോകുന്നത്. പൂരത്തിന് പോകണമെന്ന് വാശി പിടിച്ചിട്ട് നമ്മളങ്ങനെ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് കാളയൊക്കെ കണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ പോവാണ്. കണ്ടില്ലേ, രക്ഷയില്ല, അടിപൊളി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ കാളകളെയൊക്കെ നിർത്തിയിട്ടുണ്ട്, പക്ഷെ ലൈറ്റ് സെറ്റിംഗ് ഒന്നും ഇട്ടിട്ടില്ല. അതായത് നമ്മൾ പോവാണ്. ഇതൊരു പൂരത്തിൻ്റെയും ഭരണിയുടെയും കാളകളുടെ ഒക്കെ കാലാണ്. അപ്പോൾ നൈറ്റൊക്കെ എന്താ പറയുക, പകൽ പോലെ തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും. വേണ്ടില്ലേ, വലിയൊരു കൊമ്പൻ കാള, ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ. കണ്ണ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു അട്രാക്ഷൻ, ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഭയങ്കര വലുതായിരുന്നു, നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ അങ്ങനെ കുക്കും മൊയിലിൻ്റെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ എൻ്റെ വിട്ട കൊണ്ടത്തിനെ പോലെ എന്തോ ആലോചിച്ച് ഇരിക്കുകയാണ് കൈസ്. അങ്ങനെ പൊരി, മുറുക്ക്, അലുവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കാളകൾ രക്ഷയില്ല, അത്ര വലിയ കാളകളായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ പോകുന്ന വഴി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, ഫസ്റ്റ് ടൈം തന്നെയാണ് പോകുന്നത്. പിന്നെ കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. JCB വേണം. പോകുന്നത് മുതലേ അവനതാ പറഞ്ഞിട്ട് പോകുന്നു, അവന് വലിയ JCB വേണം. പിന്നെ ഐസ്ക്രീംസും കാര്യങ്ങളും, പൂരത്തിൻ്റെ വേറെ ലെവൽ, പൂക്കളും കളിപ്പാട്ടങ്ങളും കമ്മലും. അതിരിക്കാൻ പോയി, അടിപൊളിയായിരുന്നു. ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പുറത്ത് കനാലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് വൈതിലി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പാലത്തറ. അങ്ങനെ ഗൈസ്, ആന വരുന്നുണ്ട് കേട്ടോ. ആന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് ആനത ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. ഭയങ്കര രസമാണ്, ആനയെ കാണാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ അവൻ പതുക്കെ ഇറങ്ങുന്നുള്ളൂ. അത് കണ്ടപ്പോൾ ഒരു പേടി, അങ്ങനെയല്ലേ ഇറങ്ങാൻ വഹിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും കാണാം. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ കളിപ്പാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. അവനൊരു സ്വയം തരുന്നില്ല ഞങ്ങൾക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട്. അവനതാ ഓറഞ്ച് JCBയിലേക്കെല്ലാം കൈയിട്ടു. അങ്ങനെ ഞാൻ ഓക്കെ പോയി നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയി വാങ്ങിക്കുകയാണ്. അപ്പോൾ വേറെ കുറേ കാണിച്ചു കൊടുത്തു, അവനൊന്നും വേണ്ട, അവൻ ആ JCBയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ JCB കിട്ടിക്കഴിഞ്ഞ് ഇനി വേറെ ഒന്നും വേണമെന്ന് പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ അതൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നടക്കുന്നില്ല, അവരിപ്പോഴും ആ JCBയിലാണ്. മോൻ കാണുമ്പോൾ ഭയങ്കര നിഷ്കളങ്കത, വാങ്ങിക്കൊടുക്കാനൊക്കെ തോന്നും. ഓക്കെ, അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇഷാൻ ഒന്നും വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതം തോന്നിട്ടോ. അല്ലെങ്കിൽ അവൻ എന്ത് കണ്ടാലും അത് വേണമെന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ ഇത് കിട്ടിയപ്പോൾ അവനൊന്നും വേണ്ട കേട്ടോ. പിന്നെ കാളനുണ്ടായിരുന്നു, കാളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ വയ്ക്കാൻ പറ്റില്ല ഗൈസ്. ഞങ്ങളങ്ങനെ ഒരു പ്ലേറ്റ് വെച്ച് കഴിച്ച് ഞങ്ങൾ ഇറങ്ങണം. ഇത് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. നമ്മൾ തിരിച്ച് പോവാണ്.
നൈറ്റ് ആവും തോറും തിരക്ക് കൂടി വരികയാണ് കേട്ടോ. രണ്ട് സൈഡും ഫുൾ തിരക്കുകളും കടകളും കാര്യങ്ങളും പാട്ടും ഡാൻസും എല്ലാം ഫുൾ വൈബ് സെറ്റ്. കാളകളുടെ അങ്ങനെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, കാളപ്രേമികൾക്ക് മാനപ്രേമികൾക്കൊക്കെ പൂരപ്രേമികൾക്കൊക്കെ കാണാൻ പറ്റിയ സംഭവങ്ങളാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇന്നത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മറക്കരുത് പ്ലീസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. യെസ്, അങ്ങനെ ഭഗവത് എടുത്തത് ഒറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് മടങ്ങുകയാണ്. എനിക്ക് ഇതാ വരുന്ന സമയത്ത് ഇവിടെ ഫുൾ പാലൊക്കെ വെച്ച് പോയി ഇവിടെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ പോന്നു. അങ്ങനെ ഈ റോഡ് സൈഡ് ഇതാ നമ്മൾ ലേറ്റ് ഇല്ലാത്ത കാള ഇപ്പോൾ ലേറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. ബൈ.